അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? യെശയ്യാ 6:8. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോ എന്തിനു വേണ്ടി ശിഷ്യരെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിനും. ഇന്നും ഈശോ നമ്മെ വിളിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയല്ലേ? ഞങ്ങളുടെ മുറണ്ടാവ് രൂപതയ്ക്ക് വേണ്ടി 3 പേർ കൂടി വിളി കേട്ട് തയ്യാറായി വന്നിരിക്കുന്നു, ഈശോയുടെ അടുത്തിരിക്കുവാനും അയക്കപ്പെടുവാനും. രൂപത ബിഷപ്പ് മറി ഫബിയനോട് വികാരി ജനറൽ ഫാദർ ഫ്രാൻസുവ അർത്ഥികൾക്ക് വേണ്ടി അഭ്യർത്ഥന നടത്തുന്നതോടുകൂടിയാണ് പട്ടത്തിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചത്. അർത്ഥികളുടെ സമ്മതം പിതാവ് നേരിട്ട് ചോദിച്ചറിയുന്നുമുണ്ട്. 1997 ഞങ്ങളിവിടെ വരുമ്പോൾ ഈ രൂപതയിലെ ഇടവക വൈദികരുടെ എണ്ണം 2 ആയിരുന്നു. ഇന്ന് നവവൈദികരടക്കം ഇടവക വൈദികരുടെ എണ്ണം 24 തികഞ്ഞിരിക്കുന്നു. മരിച്ച വിശുദ്ധരായവരോട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ലുത്തിനി ആലപിക്കുമ്പോൾ ഈ ലോകത്തിന് മരിച്ചവരായ അർത്ഥികൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കമിഴ്ന്നു കിടക്കുന്നു. തുടർന്നാണ് പട്ടം നൽകുന്നതിന്റെ അടയാളമായ കൈവയ്പ് ശുശ്രൂഷ. പിതാവിനെ പിന്തുടർന്ന് അവിടെയുള്ള എല്ലാ അഭിഷിക്തരും നവവൈദികരുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പൗരോഹിത്യ ശുശ്രൂഷയുടെ ബാഹ്യചിഹ്നങ്ങളായ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. അതിനുശേഷം അവരുടെ കരങ്ങൾ വിശുദ്ധ തൈലം പുരട്ടി പരിശുദ്ധമാക്കുന്നതിനോടൊപ്പം തിരുബലിക്ക് ഉപയോഗിക്കേണ്ട കാസിയും പീലാസിയും പൂജ്യമായി അവരെ ബരമേൽപ്പിച്ച് ബലിയർപ്പകരായി അവരെ ഉയർത്തുന്നു. ചടങ്ങുകൾക്ക് അവസാനം പിതാവ് തന്നെ നവാഭിഷിക്തരെ പൊതുജനസമക്ഷം പരിചയപ്പെടുത്തുന്നുണ്ട്. സഹവൈദികരുടെ ആശ്ലേഷ അഭിവാദനങ്ങളോടുകൂടി തിരുപ്പട്ടത്തിന്റെ ചടങ്ങുകൾ സമാപിക്കുകയായി. തുടർന്നാണ് ദിവ്യബലി. കൃതജ്ഞത സ്തോത്രങ്ങൾക്കിടയിൽ പുതിയ അഭിഷിക്തരെ ജനമധ്യത്തിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങ് തിരുപ്പട്ട ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. ഈശോയെ അറിയുന്നവരുടെ ശതമാനം വളരെ താഴ്ന്നിരിക്കുന്ന ഞങ്ങളുടെ രൂപതയിൽ എല്ലാവരും അയക്കപ്പെട്ടവരാകണം. അടുത്തിരിക്കുവാൻ പലർക്കും താല്പര്യമാണെങ്കിലും അതിൽ സാഹസികതയില്ല. പക്ഷെ അയക്കപ്പെടുന്നതിൽ ബുദ്ധിമുട്ടും സാഹസികതയും ഉണ്ടാകും. വിളികേട്ട് വന്നവരിൽ പലരും രണ്ടാമത്തെ കാര്യം മനഃപൂർവ്വം മാറ്റിവെക്കുന്നത് അതുകൊണ്ടാകാം. ഒരിടത്തിരിക്കാതെ അയക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുക്കുന്നവരാണ് മിഷണറി. അമ്മയുടെ ഗർഭഗൃഹത്തിലെ അല്ലലില്ലാത്ത ജീവിതത്തിൽ നിന്നും പുറത്തെ സങ്കീർണതകൾ നിറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ശിശുവിനെ പോലെ നമുക്ക് സുഖം തരുന്ന സാഹചര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകണം, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ. പുതിയ കൊച്ചന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ സമയം ഈശോയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനും അയക്കപ്പെടുവാനും. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.